ആസ് യൂഷ്വൽ ഞങ്ങളിതാ നട്ടപ്പാതിരാക്ക് ഇറങ്ങിയിട്ട് ഒമാനിലേക്ക് പോവാണ്. ഞങ്ങളാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ഇതിലാണുള്ളത്. ദിവസത്തേക്ക് സാധനം അഴിച്ചു മാറ്റാൻ പറ്റും. കണ്ണിൻ്റെ മുമ്പിൽ ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് വരുന്നതെല്ലാം എനിക്ക് എടുത്തു മാറ്റണം. അങ്ങനെ യാസർബായിൻ്റെ വണ്ടിയിൽ ആയത്തുൽ കുർസി എഴുതിയതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഞങ്ങൾ അങ്ങനെ ഇതാ ഒമാനിലേക്ക് കടന്നിരിക്കുന്നു. ഈ സെൽഫി സ്റ്റിക്ക് ഏതാ ഓർമ്മ യാസർബായി? ഈ സെൽഫി സ്റ്റിക്കിന് ഒരു കഥ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവര് വളഞ്ഞു വന്നത്. ഈ സെൽഫി സ്റ്റിക്ക് യാസർബായി പൊട്ടിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നതാ. ഇനി ഇത് പൊട്ടിക്കാൻ വല്ലാത്തൊരു ഉദ്ദേശം ഉണ്ടോ? ഷെയ്ൻ ബ്രോ ചോദിച്ചിട്ടുണ്ട്, പൊട്ടിച്ച് നമുക്ക് വാങ്ങിക്കാം. മാപ്പിലില്ലാത്ത വഴിയിലേക്ക് കൂടിയൊക്കെ പോകുന്നുണ്ട്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഒന്നല്ല, വഴിയിൽ കണ്ടപ്പോ ഇങ്ങനെ ഇറക്കിയതാണ്. അയ്യോ, ഞങ്ങളുടെ ഡ്രൈവർ പോവരുത്. ഞങ്ങള് വണ്ടി കൊണ്ട് പോട്ടാ, എന്തായാലും ബോർഡർ കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. അങ്ങോട്ടൊക്കെ നല്ല രസമുണ്ട്. ചായ ചായ ചായ. ബോർഡർ കഴിഞ്ഞ പാട് ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങി. ഒരു പാട്ട ചായ ആണെങ്കിൽ ഞങ്ങളത് മോന്തി കുടിച്ചു. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ച് കുശലൊക്കെ പറഞ്ഞു. യാസർബായിന്റെ വണ്ടിയിൽ ഫുള്ളും ജീവികളെ ഇടിച്ചു കൊന്ന പാടുകളാണ്. ഇവിടെ ഒരു പൂപ്പാറ്റനെ ഇടിച്ചു കൊന്നിട്ടുണ്ട്, കൊതുകിനെ ഇടിച്ചു കൊന്നിട്ടുണ്ട്. ഇവിടെ ഒരു കൊതുകിനെ ഇടിച്ചു കൊന്നിട്ടുണ്ട്. ഉള്ളില് ഇവിടെ ഒരു ജീവനെ ഇടിച്ചു കൊന്നിട്ടുണ്ട്, കൊതുകിനെ ഒന്നിനും. ബ്രോന്റെ വണ്ടിയിലാണെങ്കിൽ ചോര മയാണ്. ഇതാ ഇടിച്ച് കൊന്ന് ചോരൊക്കെ തെറിപ്പിച്ചിട്ടുണ്ട്. ആ വണ്ടിയിലെ ജീവികളെ കണ്ടപ്പോഴാണ് ഈ വണ്ടി നമ്മൾ പരിധി വെക്കാൻ വിചാരിച്ചത്. ഇവിടെ ഇവിടെ എവിടെ 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 ഇവിടെ ഒന്നിനെ ഇടിച്ച് തെറിപ്പിച്ച് കൊന്നിട്ടുണ്ട്. ഇവിടെ ഒരു ജീവനെ കൊന്നിട്ടുണ്ട്. നടുവിൽ തന്നെ ഒരെണ്ണത്തിന് സ്റ്റിക്കർ ആക്കി വെച്ചിട്ടുണ്ട് മുമ്പില്, റോൾസ് റോയ്സിന്റെ സ്റ്റിക്കർ പോലെ. ഇനി വരുന്നത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീണ്ട വഴിയാണ്. ക്രൂസിലിട്ട് നേരെ പോവാണ് വിജനമായ റോഡിലൂടെ. ഞങ്ങൾ മാത്രമാണ് റോഡിലുണ്ടായിരുന്നത്, മുമ്പിൽ വണ്ടി, ഞങ്ങള് വണ്ടി. പിന്നെ ഇത് കണ്ടിനാ നിങ്ങൾക്കൊരു പുഴയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. സത്യം പറഞ്ഞ ഇതൊരു പുഴയാണ്. മാപ്പ് കണ്ടോ, അതിൽ വെള്ളം ഇല്ലാന്ന് മാത്രം, ഇപ്പൊ മഴക്കാലം അല്ലാത്തതുകൊണ്ട്. ഒമാനിലെ പച്ചപ്പിന്റെ അംശം കണ്ടെത്തിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ അവിടെ നിന്ന് ഒഴുകി പോകുന്നുണ്ട്. നല്ല ചൂടാണ്. പക്ഷേ ചൂട് സഹിക്കാൻ ഞങ്ങളിത് അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുള്ള ചെറിയ വെള്ളച്ചാട്ടമാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കാല് പൊക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചങ്ങോട്ട് പോയാൽ നല്ല വെള്ളച്ചാട്ടം കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പരുതാൻ പോയിട്ടുള്ളൂ. നമ്മളല്ല, നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ പരുതാൻ പോയിട്ടുള്ളത്. ശരിക്കും നമ്മളെ നാട് ഒമാന് നമ്മളെ നാടാന്ന് പറയുന്ന പോലെ ഇവിടെ എത്തിയപ്പോ ശരിക്കും ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒച്ചൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നാട്ടിലുള്ള ഒരു ജീവികളുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാണ് ആ വെള്ളച്ചാട്ടം, ഉണ്ടോ? ഇന്നിവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം, ആഴത്തിലുള്ള വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. എങ്ങാനും വീണാലോ. ഇവിടുന്ന് ഒഴുകിയിട്ടാണ് അവിടത്തേക്ക് വെള്ളം പോകുന്നത്. മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളം ഉണ്ടാവുമായിരിക്കും, അപ്പൊ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ നല്ലപോലെ വെള്ളം ഉണ്ടായി നമുക്ക് ചിലപ്പോൾ ഇറങ്ങാനും പറ്റൂല. ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മീനുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ കുട്ടി മീനുകളാണ്. ഇതിനൊക്കെ നമ്മൾ പിടിച്ച് കുപ്പിയിലാക്കി. ഞാൻ നേരത്തെ കാണിച്ച സ്ഥലമില്ലേ, ആഴുള്ള സ്ഥലം, അവിടെയാണെങ്കിൽ വലിയ വലിയ മീനുകളുണ്ട്. ഒരു സാധനത്തിനെ കണ്ടോ, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പണ്ട് ഇതിനെ എഴുത്തച്ഛൻ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. നമ്മൾ പറയുന്നതൊക്കെ ഇത് എഴുതും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ എഴുതി എന്റെ പേര് എഴുതി, റസീന എന്ന് എഴുതി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഞങ്ങളിവിടെ കുറച്ച് നിന്ന ശേഷം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അവിടെ കുറേ വെള്ളമുണ്ട്, ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, അതുപോലെ അതിനേക്കാൾ കൂടുതൽ വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാതെ വണ്ടി തന്നെ നിന്നു. ഇവിടെ വന്ന് വെള്ളം എത്തി നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത് വെയിലിനേക്കാൾ കൂടുതൽ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാത്തത് നന്നായി. സത്യം പറഞ്ഞാൽ ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഇതാ ഞാനും അല്ലും ഇവിടെ ഇരിക്കുകയാണ്. ഹംദ മുമ്പിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പം ഞാൻ ആ വെള്ളം കാണിക്കാൻ വേണ്ടി ആരിഫിനെയും കൊണ്ട് പോയില്ലേ, അപ്പം മുതലേ ആരിഫിനെ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞവരെയും പോയി. ഞങ്ങളിവിടെ പോസ്റ്റായി ഇരിക്കുകയാണ്. അല്ലും ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. കണ്ണൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ട്
അടഞ്ഞു പോകുന്ന പോലത്തെ ചൂട്. അങ്ങനെ കുറേ മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ ഒമാനിൽ ഒരു ചെറിയൊരു പട്ടണത്തിലെത്തിയത്. ലുലു നെസ്റ്റോ കണ്ടപ്പോൾ ഒരു ജനവാസ മേഖല കണ്ടപ്പോഴാണ് കുറച്ചൊന്ന് സന്തോഷമായത്. അതുവരെ ഞങ്ങൾ വിജനമായ ഒരു റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയെങ്കിലും നമ്മൾ UAE ഉമ്മുൽ ഖുവൈന് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം. എന്ത് വിധി ഇത്! ഇവിടുത്തെ ചൂട് കണ്ടോ, UAE ഇത്ര ഇല്ലായിരുന്നു. ഒമാനിലെത്തിയ ശേഷം ഞങ്ങൾ റൂം എടുത്തു, ജസ്റ്റ് ഒന്ന് കിടന്ന്. ശേഷം ഞങ്ങൾ രാത്രിയാണ് എണീറ്റത്. ഈ നട്ടപ്പൊരിയുന്ന ചൂട്ടത്ത് രാത്രിയാണെങ്കിലും ഇവർ ഈ ചൂടും കാനി ഇവിടെ സംസാരമാണ്. എന്നാൽ ഇവർക്കത് വലിയ ഉള്ളിലിരുന്ന് സംസാരിച്ചൂടെ എന്നാണ് ഞാനപ്പോൾ ആലോചിച്ചത് കേട്ടോ. മൂന്നാൾക്ക് ഷെയർ ചെയ്ത് ഒറ്റ കുടിക്കുന്ന ഒരാളാണ് പറയണത്. ഞങ്ങൾക്ക് എവിടെ പോയാലും ഫുഡ് ഒരു മെയിൻ പ്രശ്നമാണ് കേട്ടോ. ഒമാനിലെത്തിയപ്പോഴും അതായിരുന്നു പ്രശ്നം. പക്ഷേ ഈ രാത്രി കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് നല്ല അസൽ ഒമാനി കരിമ്പ് ജ്യൂസ് കുടിച്ചു. നമ്മൾ UAE നിന്ന് കുടിക്കുന്ന കരിമ്പ് ജ്യൂസ് ഈജിപ്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കളർ കണ്ടപ്പോഴാണ് വ്യത്യാസം മനസ്സിലായത്. നമ്മൾ ഒമാനിൽ നിന്ന് കുടിക്കുന്നത് മഞ്ഞയും മറ്റേത് പച്ചയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ ബൈ.